കെ.പി.സി.സി യോഗത്തിൽ തൃശൂരിലെ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥതയുണ്ടായി. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തി, പണം നൽകിയില്ലെങ്കിൽ ചില നേതാക്കൾ പ്രവർത്തനത്തിന് ഇറങ്ങില്ലെന്നും കൂലിക്ക് പണി ചെയ്യുന്നവരായി നേതാക്കൾ പോലും മാറിയെന്നും കെ മുരളീധരൻ. ടി എൻ പ്രതാപനെയും ജോസ് വള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരന്റെ വിമർശനം. വിവരങ്ങളുമായി നൃപൻ ചേരുകയാണ്. നൃപൻ, മുരളീധരന്റെ വിമർശനത്തിലൂടെ പുറത്തു വരുന്നത് ഇവർ ഈ പുറത്തു കാണിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ആശങ്ക ഉള്ളിലുണ്ട് എന്നതാണോ? ആ ആശങ്കയ്ക്ക് കാരണം നേതൃത്വത്തിന്റെ പിടിപ്പുകേടും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമാണ് എന്നാണോ ഈ വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഹലോ, ഇന്നത്തെ കെ.പി.സി.സി നേതൃയോഗത്തിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ രൂക്ഷമായ ഭാഷയിലാണ് നേതൃയോഗത്തിൽ അദ്ദേഹത്തിന്റെ വാദം ഉന്നയിച്ചത്. കാരണം തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള കെടുകാര്യസ്ഥതയുണ്ടായി. ആ കാശിനോടുള്ള ആർത്തി മാത്രമാണ്. പാർട്ടി പ്രവർത്തന രംഗത്ത് നേതാക്കൾക്ക് പോലും ആത്മാർത്ഥതയില്ല. ടി എൻ പ്രതാപനെയും ഒപ്പം തന്നെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ജോസ് വള്ളൂരിനെയും പേരെടുത്ത് പറഞ്ഞാണ് കെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചത്. ആ തെരഞ്ഞെടുപ്പ് ചിലവ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ തരത്തിൽ ഇരട്ടിയായി വർദ്ധിച്ചു. ആ കാരണം ആ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, നേതാക്കൾക്ക് പോലും പണം നൽകിയില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങില്ല. കൂലിക്ക് പണി ചെയ്യുന്നവരായി നേതാക്കൾ പോലും മാറുന്ന അവസ്ഥയാണ്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം കെ മുരളീധരൻ ഉന്നയിച്ചു. ഒപ്പം തന്നെ എം കെ രാഘവനും അതിരൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ ടി സിദ്ദീഖിനെ ഇതിന്റെ പേരെടുത്തല്ല അദ്ദേഹം പരാമർശിച്ചെങ്കിലും ടി സിദ്ദീഖിനെ ഉന്നം വെച്ചാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ജില്ലയിൽ ഒരു പ്രമുഖ നേതാവിന്റെ അണികൾ തനിക്കെതിരെ പ്രവർത്തിച്ചു എന്നായിരുന്നു എം കെ രാഘവൻ യോഗത്തിൽ പറഞ്ഞത്. ഈ നിസ്സഹകരണം നടത്തിയ നേതാക്കൾക്കെതിരെ കർശനമായ നടപടി ആ പാർട്ടി എടുക്കണം. ഇങ്ങനെയുള്ള നേതാക്കളെ വച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നല്ല, പാർട്ടി പ്രവർത്തനത്തിന് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നും പറഞ്ഞു. യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം വരുന്ന മറ്റ് സ്ഥാനാർത്ഥികളും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഒന്ന് ഫണ്ടിന്റെ അഭാവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ വന്ന പിന്നോട്ട് പോക്ക്, ഒപ്പം തന്നെ ഈ തങ്ങളുടെ ഒറ്റക്കാര്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ അവകാശപ്പെട്ട ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഇല്ല എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? അത്തരം സൂചനകളുണ്ട്. ഒന്ന്, കാരണം സ്ഥാനാർത്ഥികൾക്ക് അവർ പ്രവർത്തന രംഗത്ത് അനുഭവിച്ച ബുദ്ധിമുട്ട് സ്വാഭാവികമായും കെ.പി.സി.സി യോഗത്തിൽ അവർക്ക് ഉന്നയിച്ചേ മതിയാവുള്ളൂ. പുറത്ത് നടത്തുന്ന കെ.പി.സി.സി അധ്യക്ഷനൊക്കെ നേരത്തെ പറഞ്ഞിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ പറഞ്ഞ് 20 സീറ്റ് എന്നതാണ് UDF അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ആത്മവിശ്വാസം ഈ സ്ഥാനാർത്ഥികളുടെ തന്നെ ഉള്ള പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതാണ്. കാരണം വലിയ തരത്തിലുള്ള വെല്ലുവിളി UDF തെരഞ്ഞെടുപ്പിൽ നേരിടുന്നുണ്ട്. പൂർണ്ണമായ ആത്മവിശ്വാസം UDF ഇല്ല എന്ന് തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഓക്കെ, ശരി. നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.